ഇടുക്കിയിൽ വീണ്ടും കുരിശ് വിവാദം. തൊടുപുഴ തൊമ്മൻകുത്തിൽ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പൊളിച്ചു നീക്കി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചത്. വനഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. എന്നാൽ പള്ളിയുടെ കൈവശ ഭൂമിയിലാണ് ഇതെന്നാണ് വിശ്വാസികളുടെ വാദം. എന്തായാലും സംഭവത്തിൽ വിശ്വാസികൾ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. തൊടുപുഴ തൊമ്മൻകുത്ത് ആനയാടിക്കുത്തിലാണ് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ ഇന്നലെ കുരിശ് സ്ഥാപിച്ചത്. പള്ളി വികാരിയും വിശ്വാസികളും ചേർന്ന് പ്രദക്ഷിണമായി എത്തിയായിരുന്നു കുരിശ് സ്ഥാപിച്ചത്. ഈ കുരിശാണ് കോതമംഗലം ഡിവിഷനിലെ കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പൊളിച്ചു നീക്കിയത്. കുരിശ് സ്ഥാപിച്ചത് വർഷങ്ങളായുള്ള കൈവശ ഭൂമിയിലാണെന്നാണ് വിശ്വാസികളുടെ വാദം. പള്ളിക്ക് എഴുതി കിട്ടിയ സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചത്. പ്രദേശത്ത് വനം വകുപ്പിന് സ്ഥലമില്ലെന്നും വിശ്വാസികൾ പറയുന്നു. വനംവകുപ്പിന്റെ സ്ഥലമല്ല, ഞങ്ങൾക്ക് പള്ളിക്ക് എഴുതി തന്ന സ്ഥലമാണ്. 60 വർഷമായിട്ട് അവിടെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കുരിശിരുന്നത്. ഞങ്ങൾ ഇന്നലെ 40-ാം വെള്ളിയാഴ്ച അങ്ങോട്ട് പരിഹാര പ്രദർശനം നടത്തിയതാണ്. ദുഃഖ വെള്ളിയാഴ്ച നടത്താനിരിക്കുന്നതാണ്. ആ കുരിശാണ് ഒരു മനുഷ്യനറിയാതെ അവര് ബലമായിട്ട് പൊളിച്ചെടുത്തുകൊണ്ട് പോയത്. എന്നാൽ കുരിശ് സ്ഥാപിച്ചത് റിസർവ് വനത്തിലാണെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ജോയിന്റ് വെരിഫിക്കേഷൻ നടന്ന സ്ഥലമാണ്. കുരിശ് സ്ഥാപിച്ച സെന്റ് തോമസ് പള്ളി വികാരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമെന്നും റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി. വീട് ഇരിക്കുന്നതിന് പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്. അവർക്ക് വീട് പണിയാൻ പറ്റുന്ന രീതിയിലുള്ള ഭൂമിയുണ്ട് അവിടെ. ഇത് വീട് പണിയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അത് പാറയും പാറക്കൂട്ടങ്ങളും നിറഞ്ഞതാണ്. അവിടെ ധാരാളം കാട്ടുമരങ്ങൾ നിൽപ്പുണ്ട്. അതുകൂടാതെ റിസർവ് സ്റ്റാറ്റസ് ആണ്. ആ റിസർവ് സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് KSTPക്ക് റോഡ് പണിക്ക് വേണ്ടി ഇത് കൈമാറിയപ്പോൾ 1980 കൺസർവേഷൻ ആക്ട് പ്രകാരം തന്നെ ആണ് അവർക്ക് കൈമാറിയിട്ടുള്ളത്. അതിനോട് ചേർന്നുള്ള സ്ഥലം തന്നെയാണിത്. അതുകൊണ്ട് ഒരു കാരണവശാലും അതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയല്ല, അവർക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുമില്ല. കുരിശ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ പള്ളിയിൽ പൊതുയോഗം ചേർന്ന ശേഷം തീരുമാനിക്കുമെന്ന് വിശ്വാസികൾ പറഞ്ഞു. പ്രതിഷേധ സൂചകമായി കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.